ദിശ അക്കാഡമിയിലെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NTPCയുടെ മാത്സിലെ ടോപ്പിക്സ് ആണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നമ്മൾ NTPC ഗ്രാജുവേറ്റ് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് ഉറപ്പായിട്ടും ഈ ഒരു സെഷൻ കാണുക, കാരണം ഇനി അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും ഇതൊക്കെ നോക്കിയിട്ടേ പോവാം. ഓക്കെ, കാരണം ഇതിന്നൊക്കെ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വേറെ രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് ഇത് നോക്കിയിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺസെപ്റ്റും മനസ്സിലാവും, കുറച്ചുകൂടെ കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ അല്ലേ? നിങ്ങൾ റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണല്ലോ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കെന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഞാൻ കുറച്ചുകൂടെ സ്പീഡിൽ, നമ്മൾ സാധാരണ ക്ലാസ് എടുക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ സ്പീഡിലായിരിക്കും പോകുന്നത്, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് കൺവേർട്ട് ദ റെക്കറിംഗ് ഡെസിമൽ 0.26 ബാർ ഇൻറ്റു എ വൾഗർ ഫ്രാക്ഷൻ. അപ്പോൾ 0.26 ബാറിനെ ഒരു വൾഗർ ഫ്രാക്ഷൻ ആക്കി മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 26. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ 0.26 ബാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് 0.266666 എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നുമല്ല, 0.26 ഒരാൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ബാക്കി ഒരാൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യനില് 26 ആ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഫുൾ നമ്പർ ഒരുമിച്ച് എടുക്കുക. 26 മൈനസ് റിപ്പീറ്റ് ചെയ്യാത്ത ആളെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 26 മൈനസ് 2 ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്നത് 9, റിപ്പീറ്റ് ചെയ്യാത്തത് 0. അപ്പോൾ 26 മൈനസ് 2 24, 24 ഡിവൈഡ് ബൈ 90, ആൻസർ 8 ഡിവൈഡ് ബൈ 30. വീണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 4/15 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഓപ്ഷൻ ബി 4/15 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ റെക്കറിംഗ് ഡെസിമൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് റെക്കറിംഗ് ഡെസിമൽ, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാത്ത നമ്പേഴ്സ്. റെക്കറിങ്ങിന് പകരം നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. നോൺ ടെർമിനേറ്റിംഗ്, ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം. കൺവേർട്ട് ദ നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ 0.26 ബാർ ഇൻറ്റു എ വൾഗർ ഫ്രാക്ഷൻ. നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിർത്താതെ പോകുന്ന നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 26 മൈനസ് 2 ഡിവൈഡഡ് ബൈ 90 ആണ് നമുക്ക് കിട്ടുക. 90 നമ്മൾ എങ്ങനെ എഴുതി? ഇതിൻ്റെ അകത്ത് ഒരു ഡിജിറ്റ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, അതിന് 9 ഇടുക, റിപ്പീറ്റ് ചെയ്യാത്ത നമ്പറിന് 0 ഇടുക. ഓക്കെ, ക്ലിയർ ആയില്ലേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ? ഇനിയിപ്പോൾ ഒരു 0.3 ബാർ എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു നമ്പറേ ഉള്ളൂ പോയിന്റ് കഴിഞ്ഞിട്ട്, അപ്പോൾ അതിന് 3 ഇടുക. പിന്നെന്താ, റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് 9 ഇട്ട് കൊടുക്കുക. റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരാരാ? 9. ക്യാൻസൽ ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ 1/3. ഓക്കെ ആണല്ലോ, 1/3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ 4/15 കിട്ടുന്ന ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ. തന്നേക്കുന്ന വാല്യൂ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനാണ് പറയും. സിംപ്ലിഫൈ ചെയ്യാൻ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ മേളിൽ എഴുതിയിരിക്കുന്ന 732. അപ്പം ഞാൻ എ 732 എന്ന് എടുക്കുക. പിന്നെ ഉള്ളത് പ്ലസ് 268. അപ്പം ഞാൻ ബി 268 എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ മേളിൽ എഴുതിയിരിക്കുന്നത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആണ്. ഡിനോമിനേറ്ററിലോ ഇത് എ ഇൻറ്റു ബി, ഇതിനൊരു ഡിവൈഡ് ബൈ, ഇപ്പോൾ a ഡിവൈഡ് ബൈ 10 ഇൻറ്റു എ ഡിവൈഡ് ബൈ 10. പോയിന്റ് 73.2 എന്ന് പറഞ്ഞാൽ 732 ഡിവൈഡ് ബൈ 10 ആയിരിക്കത്തില്ലേ? ഇനി അടുത്തത് b ഡിവൈഡ് ബൈ 10 ഇൻറ്റു ബി ഡിവൈഡ് ബൈ 10 മൈനസ് a ഡിവൈഡ് ബൈ 10 ഇൻറ്റു ബി ഡിവൈഡ് ബൈ 10 എന്നല്ലേ ഇവിടെ ഇങ്ങനെയല്ലേ നമുക്ക് വരുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് a ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ, ഇവിടെ നിന്നെല്ലാം 1/100 കോമൺ എടുത്തു. 1/100 കോമൺ എടുത്തു. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ആണ് താഴെ വരിക. ഓക്കെ, അപ്പോൾ മുകളില് നമുക്കറിയാം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ
പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ഡിവൈഡഡ് ബൈ 1/100. താഴെ അതേപോലെ എഴുതുക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. ഇവിടെ ഈ വാല്യൂ നമ്മൾ ക്യാൻസൽ ചെയ്തു. നമുക്ക് കിട്ടും എ പ്ലസ് ബി ഇൻറ്റു 100 എന്നല്ലേ. റെസിപ്രോക്കൽ ചെയ്യണ്ടേ? അപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഈ ഫോർമുല എ പ്ലസ് ബി ഡിവിഷൻ 100 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ വരിക? ഡിവിഷൻ 1/100 എന്നാണ് വന്നിരിക്കുന്നത്. ഡിവിഷൻ 1/100 എന്നാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻറ്റു 100. അപ്പോൾ എ പ്ലസ് ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 732 പ്ലസ് 268. 732 പ്ലസ് 268 ആകുമ്പോൾ 1000. 1000 ഇൻറ്റു 100 ആകുമ്പോൾ നമുക്ക് എന്താ വരിക? 1000 ഇൻറ്റു 100 ആകുമ്പോൾ 1 lakh ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി 1 lakh ഈസ് ദ ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്ത് പോകണം. കാരണം ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ ഈ ടോപ്പിക്കൊക്കെ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. ഓക്കെ അല്ലേ? The distance between two points on a map is 4 centimeter. ഓക്കെ, അപ്പോൾ രണ്ട് പോയിന്റ്സിന്റെ ഡിസ്റ്റൻസ് 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ മാപ്പിൽ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. മാപ്പിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു 4 സെന്റിമീറ്റർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 4 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ 3 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. ഇങ്ങനെയാണ്. അപ്പോൾ ഓരോ സെന്റിമീറ്ററും 1:829483 എന്ന് പറഞ്ഞാൽ ഇതിലെ ഓരോ യൂണിറ്റിന്റെ വാല്യൂ എന്താണ്? ഫസ്റ്റ് 1 ആണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ 1 × 829483 ആണുള്ളത്. ഇവിടം തൊട്ട് ഇവിടം വരെ 829483 ആണുള്ളത്. ഇനി ഇവിടം തൊട്ട് ഇവിടം വരെ 2 × 829483. ഇവിടെയാണെങ്കിൽ 3 × 829483. ഇവിടെയാണെങ്കിൽ 4 × 829483. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട 4 സെന്റിമീറ്ററിനെയാണ്. അതിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ 4 × 829483. ഓക്കെ, അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഇൻറ്റു 4 ആണല്ലേ നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഇൻറ്റു 4 ഇവിടെ 12 വന്നു, 4 32 33 ആയി, 3 വന്നു, 4 4 16 19 വന്നു, 1 വന്നു, 4 9 36 37 വന്നു, 3 വന്നു. ഇനി അടുത്തത് 4 2 8 8 3 കൂടെ 11 1 വന്നു, 1 വന്നു. ഇനി ഇവിടെ 33. ഇത്രയും സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടുക. സെന്റിമീറ്ററിനെ കിലോമീറ്ററിലോട്ടാക്കാൻ ഡിവൈഡ് ബൈ 1 lakh. 1 lakh എന്ന് പറഞ്ഞാൽ എത്ര സീറോ വരും? 5 സീറോ വരും. അപ്പോൾ 5 സീറോ ആകുമ്പോൾ 1 2 3 4 5 5 സ്ഥാനം മാറ്റിയിട്ട് കൊടുക്കുക. 33.17932. റൗണ്ട് ടു 2 ഡെസിമൽ പ്ലേസ് എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് വരിക 33.18 എന്നാണ് വാല്യൂ വരിക. 33.18. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. 33.18. ഓക്കെ, 33.18 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലേ? ഇത്രയും ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ വേറൊന്നുമില്ല. 4 സെന്റിമീറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഓരോ സെന്റിമീറ്റർ എത്രയാണ്? 829483 ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുക. ഇനി അടുത്തത് നേരത്തെ പോലെ ഓൾജിബ്ര ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിവിടെ നോക്കുമ്പോൾ 2.3 മുകളിലുണ്ട്, താഴെയും 2.3 ഉണ്ട്. മുകളിൽ 1.55 ഉണ്ട്, ഇവിടെയും 1.22 ഉണ്ട്. അപ്പോൾ ഇവിടെ 2.33 എന്ന് പറഞ്ഞാൽ എ ആണ്, 1.55 ബി ആയിട്ട് എടുക്കുക. ഇത് എ ക്യൂബ്, ഇത് ബി ക്യൂബ്, ഇത് സി ക്യൂബ്. നമ്മുടെ ഇക്വേഷൻ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ആണ് ന്യൂമറേറ്ററി വരിക. ഡിനോമിനേറ്ററി വന്നേക്കുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇവിടെ വന്നേക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരെ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. കാരണം ലാസ്റ്റ് 5 വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തത് എന്ന് പറഞ്ഞാൽ -ab -bc -ca ഇതാണ് വരുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3ab
ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എ ക്യൂബ് നമുക്ക് ഇതാണ് മേളിൽ നമ്മൾ എഴുതേണ്ടത് എന്ന് പറഞ്ഞാൽ മേളില് എ പ്ലസ് ബി പ്ലസ് സി. ഓക്കെ, ഇനി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി എ. ഡിനോമിനേറ്ററിലും ഇതല്ലേ കിടക്കുന്നത്, എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി എ. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുക. മേളിൽ വരിക എ പ്ലസ് ബി പ്ലസ് സി. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 2.33 1.55 1.22. അപ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 5.1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ, 5.1. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചിരുന്നാൽ മതി, ഇതൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രാഘവ് ഏർൺസ് എ മന്ത്ലി സാലറി ഓഫ് 24,000. അപ്പോൾ രാഘവ് 24,000 ഏൺ ചെയ്യുന്നു. അപ്പോൾ അയാളുടെ ഏർണിംഗ് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് 24,000 പെർ മന്ത് ആണ്. എന്നിട്ട് 7,500 റെന്റും കൊടുത്തു, 3,500 ഫുഡ് ആൻഡ് യൂട്ടിലിറ്റി ബിൽസിലും കൊടുത്തു. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അയാൾ എത്ര ചെലവാക്കി? ഇപ്പോൾ 11,000 രൂപ അയാൾ ചെലവാക്കി. The remaining amount is his monthly saving. ബാലൻസ് ഉള്ളത് എത്ര? ഇൻകത്തിൽ നിന്ന് ചെലവ് പോയി കഴിയാൽ ബാക്കി 13,000 രൂപയാണ് അയാളുടെ സേവിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, the remaining amount is his monthly saving. In the month of his birthday, he spent his entire monthly saving on celebration. അപ്പോൾ അയാളുടെ ബർത്ത്ഡേ മാസം അയാൾ എന്ത് ചെയ്യുന്നു? ഇത്രയും നാളുള്ള എല്ലാ സേവിങ്സും അയാൾ എന്ത് ചെയ്യും? ബർത്ത്ഡേക്ക് വേണ്ടി ചെലവാക്കും. എന്ന് പറഞ്ഞാൽ 12 മാസത്തിൽ ഒരു മാസമല്ലേ ബർത്ത്ഡേ മന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള 11 മാസത്തിലെയും സേവിങ്സ് അയാൾ അന്ന് യൂസ് ചെയ്യും. ഓരോ മാസവും 13,000 രൂപയുണ്ട്. അപ്പോൾ 11 മാസം ആകുമ്പോൾ 14300 ആണ് ആൻസർ ആയിട്ട്. ഇത്രയും സേവിങ്സ് ആണ് അയാൾക്ക് ഉണ്ടാവുക 11 മാസം കൊണ്ട്. അപ്പോൾ അയാൾ അത് 12ാം മാസം ചെലവാക്കും. ഓക്കെ, ഓപ്ഷൻ സി ആണ് വരിക. ഇൻറ്റു 12 ആണെന്ന് വിചാരിക്കരുത്. അയാൾ ഇത്രയും നാളത്തെ സേവിങ്സ് ആണ് അയാളുടെ ബർത്ത്ഡേക്ക് ചെലവാക്കുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനില് ഫോർ 4 വേഫിൾസ് എ റെസിപ്പി നീഡ്സ്. 4 വേഫിൾസ് ഉണ്ടാക്കാൻ, മുട്ടായി ആണല്ലോ വേഫിൾസ് ബാർ പോലെ ഇരിക്കുന്നേ. അപ്പോൾ അതിന് 680 ഗ്രാം ബട്ടർ ആണ് വേണ്ടത്. അപ്പോൾ 17 വേഫിൾസ് ഉണ്ടാക്കാൻ എത്ര ബട്ടർ വേണം? നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് M1D1 ഡിവൈഡ് ബൈ W1 M2D2 ഡിവൈഡ് ബൈ W2 ഫോം. ഇവിടെ W1 W2 എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ ഇവിടെ ഏതായിട്ട് എടുക്കണം? 4 വേഫിൾസും 17 വേഫിൾസുമാണ് ചെയ്യേണ്ട വർക്ക്. ഓക്കെ, മേളിലുള്ളത് ഗീയുടെ എമൗണ്ട് അല്ലെങ്കിൽ ബട്ടറിന്റെ എമൗണ്ട്. ഗീ അല്ല, ബട്ടറിന്റെ എമൗണ്ട്. അപ്പോൾ 680 വെച്ചിട്ട് 4 വേഫിൾസ് ഉണ്ടാക്കി. എത്ര വെച്ചിട്ടാണ് 17 എണ്ണം ഉണ്ടാക്കാൻ പറ്റുക? ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 680 × 17 4. എക്സിന്റെ വാല്യൂ 680 × 17 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 170 × 17 ആകുമ്പോൾ ആൻസർ എന്താ? 2890 ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇവിടെ നമ്പർ ഓഫ് വേഫിൾസിനെ നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ ആയിട്ട് എടുക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, എ ഗാർഡനർ വാട്ടേഴ്സ് 3 rows of plant using automatic spray. അപ്പോൾ ഓട്ടോമാറ്റിക് സ്പ്രേ ആണുള്ളത്. 3 rows of plant ആണ് അയാൾ സ്പ്രേ ചെയ്യുന്നത്. ഓക്കെ, സ്പ്രേ എ ആക്ടിവേറ്റ്സ് ആഫ്റ്റർ എവറി 12 minutes. അപ്പോൾ എ ആണെങ്കിൽ 12 മിനിറ്റ്, ഓരോ 12 മിനിറ്റുമാണ് സ്പ്രേ ചെയ്യുന്നത്. ബി ആണെങ്കിൽ ഓരോ 15 മിനിറ്റും ആക്ടിവേറ്റ് ആവും. സി ആണെങ്കിൽ ഓരോ 20 മിനിറ്റും ആക്ടിവേറ്റ് ആവും. ഫസ്റ്റ് ഇവരെല്ലാവരും കൂടെ if they first activate together at 9:45 എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ആക്ടിവേറ്റ് ആയത് 9:45 AM ആയപ്പോൾ 3 സ്പ്രേയും കൂടെ ഒരുമിച്ച് അടിക്കുകയാണ്. അപ്പോൾ
at what time will they activate together for the 6th time? അപ്പോൾ 6th ടൈമിൽ ഇനി എത്ര ആണ് എപ്പോഴാണ് ഇവർ ആക്ടിവേറ്റ് ആവുക 6th ടൈം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ, ഇൻക്ലൂഡിങ് 1 അറ്റ് ദ ബിഗിനിങ് ഉള്ളതും കൂടെ എടുക്കുക, എന്നിട്ടാണ് 6th ടൈം ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആറാമത് ഇവരെപ്പോഴാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുക, ആറാമത് ഈ 3 സ്പ്രെയറും കൂടെ ഒരുമിച്ച് എപ്പോൾ വർക്ക് ആവും. അപ്പോൾ ആദ്യം 9:45 ഒരു 3 പേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന എത്ര സമയം കഴിഞ്ഞിട്ടാണ് 12ന്റെ 15ന്റെ 20ന്റെ LCM ആയിട്ടുള്ള 60 വെച്ചിട്ട് 60 മിനിറ്റ് ആകുമ്പോഴാണ് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്യുക. 12, 15ന്റെ 20ന്റെ LCM 60 മിനിറ്റ്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ 1 അവർ. ഓരോ 1 അവർ കഴിയുമ്പോഴും ഇവർ എന്ത് ചെയ്യും, ഒരുമിച്ച് ആക്ടിവേറ്റ് ആവും. 9:45 ആകുമ്പോൾ ഇവർ ഫസ്റ്റ് ആക്ടിവേറ്റ് ആയി. 10:45 ആകുമ്പോൾ സെക്കൻഡ് ഇവർ ഒരുമിച്ച് സ്പ്രേ ചെയ്യും. ഇനി 11:45 ആകുമ്പോൾ ഇനി മൂന്നാമത് ഇവർ സ്പ്രേ ചെയ്യും. ഇനി 12:45 ആകുമ്പോൾ വീണ്ടും ഒരു നാലാമത് ഇവർ സ്പ്രേ ചെയ്യും. ഇനി 1:45 ആകുമ്പോൾ അഞ്ചാമത് സ്പ്രേ ചെയ്യും. ഇനി 2:45 ആകുമ്പോൾ ആറാമത് സ്പ്രേ ചെയ്യും. അപ്പോൾ 2:45 നമുക്ക് ആൻസർ വരിക. പക്ഷെ ഒരിക്കലും പരീക്ഷയ്ക്ക് നമുക്കിങ്ങനെ എഴുതി വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിവിടെ നോക്കുമ്പോൾ ആറാമത്തെ തവണ ഇവർ എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഒരുമിച്ച് സ്പ്രേ ചെയ്യാന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട, ഇൻക്ലൂഡിങ് ദ ഇനിഷ്യൽ റിംഗ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ 1 അറ്റ് ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു 5 തവണയും കൂടെ, ഇനി ഒരു 5 മണിക്കൂറും കൂടെ 5 തവണയും കൂടെയാണ് ഒരുമിച്ച് റിംഗ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 6 മണിക്കൂറാണ്. ഇനി 9:45 തൊട്ടിട്ട് 6 മണിക്കൂർ കണക്ക് കൂട്ടണ്ട, ഇനി 5 തവണയും കൂടെ ചെയ്താൽ മതി. ഓൾറെഡി 9:45 ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്തു. ഇനി ഒരു 5 തവണയും കൂടെ കഴിഞ്ഞാൽ 6 തവണ ആയിക്കോളും. 5 തവണ എന്ന് പറഞ്ഞാൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇങ്ങനെ സ്പ്രേ ചെയ്യാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 5ഉം കൂടെ ആഡ് ചെയ്യുക. 5 മണിക്കൂറല്ലേ ഇനി വേണ്ടത്. അപ്പോൾ 45ഉം 14:45 AM മാറി ഇപ്പൊ PM ആയി. കാരണം എന്താ 14:45 എന്ന് വെച്ചാൽ എന്താ 2:45 PM. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ ആറാമത്തെ തവണ എപ്പോഴാണ് ഇത് സ്പ്രേ ചെയ്യാന്നാണ് ചോദിച്ചത്. ആറാമത്തെ തവണ സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞാൽ ബിഗിനിങ്ങിലുള്ള സ്പ്രേയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേ ഇനി ഒരു 5 എണ്ണം കൂടെയാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് 5 hours ആഡ് ചെയ്തത്. ക്ലിയർ ആയില്ലേ അത്? അപ്പോൾ 2:45 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഒരു ഇലക്ഷന് 2 കാൻഡിഡേറ്റ്സ് ഉണ്ട്. 80% ഓഫ് ദി രജിസ്റ്റേർഡ് വോട്ടേഴ്സ് കാസ്റ്റ് their vote and 15% ഓഫ് ദ പോൾ വെയർ ഫൗണ്ട് ഇൻവാലിഡ്. അപ്പോൾ 80%, ഇപ്പോൾ മൊത്തത്തിൽ 100 യൂണിറ്റ് വോട്ടേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, രജിസ്റ്റേർഡ് വോട്ടേഴ്സ് അത്രയുണ്ട്. ഓക്കെ, അതിൽ എത്ര 80% ആൾക്കാരെ 80% ഓഫ് രജിസ്റ്റേർഡ് വോട്ടേഴ്സ് കാസ്റ്റ് their vote. അപ്പോൾ ഇതിന്ന് 80 യൂണിറ്റ് ആൾക്കാരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി അതിൽ 15% ആൾക്കാർ എന്താണ് ഇൻവാലിഡ് വോട്ടാണ്. അപ്പോൾ വാലിഡ് വോട്ട് എന്ന് പറഞ്ഞാൽ വാലിഡ് വോട്ട് 80 യൂണിറ്റിന്റെ 15% ഇവിടെ പോയല്ലോ. അപ്പോൾ ബാലൻസ് എത്ര 85%. 80 യൂണിറ്റിന്റെ 85%മാണ് വാലിഡ് വോട്ട്. അത് ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്യുമ്പോൾ 17 ഡിവൈഡ് ബൈ 20 20 ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താ വരിക 4 × 17 ആകുമ്പോൾ നമുക്ക് കിട്ടുക 68 യൂണിറ്റ് ആണ് നമ്മുടെ വാലിഡ് വോട്ട്. അതിൽ വിന്നറും കാണും ലൂസറും കാണും. The winning candidate got 75% of the valid vote. Of the valid vote നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ 68 യൂണിറ്റ് ആണ് വാലിഡ് വോട്ട്. അതിന്റെ 75% വിന്നറിന് കിട്ടി. ലൂസറിനാണെങ്കിലോ 68 യൂണിറ്റിന്റെ 25% കിട്ടി. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 289 ആണ്. കാരണം ആൻഡ് വൺ ദ ഇലക്ഷൻ ബൈ 75% വോട്ട് വാലിഡ് വോട്ട് കിട്ടിയ ആള് ജയിച്ചത്, ഇലക്ഷൻ ജയിച്ചത് 289 വോട്ടിനാണ്. അപ്പൊ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര? ഇവർ തമ്മിലുള്ള ഈ വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 68 യൂണിറ്റിന്റെ 50%മാണ് 289. അപ്പോൾ 68 യൂണിറ്റ് ഇൻറ്റു 1/2 ആണ് 289 എന്ന് പറയുന്നത്. 50% 1/2 അല്ലേ? രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 34 യൂണിറ്റ് ആണ് 289. അവിടെ നിന്ന് 1 യൂണിറ്റിന്റെ വാല്യൂ
289 ഡിവൈഡഡ് ബൈ 34. ഇതിനെ 17 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 17 ഇൻറ്റു 2 ആണ് 34, 17 ഇൻറ്റു 17 ആണ് 289. ഓക്കെ, കണ്ടുപിടിക്കേണ്ട എന്താ? ഹൗ മെനി വോട്ടേഴ്സ് വെയർ രജിസ്റ്റേർഡ്. രജിസ്റ്റേർഡ് വോട്ടർ ഏതാ? 100 യൂണിറ്റ്. 100 യൂണിറ്റിന്റെ വാല്യൂ ആകുമ്പോൾ 17/2 ഇൻറ്റു 100 ചെയ്യാം. രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ 50 വന്നു. 17 ഇൻറ്റു 50 ആകുമ്പോൾ ഓപ്ഷൻ സി 850 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ സി 850 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ 80%. എല്ലാം വാല്യൂസ് ജസ്റ്റ് വായിച്ച് നോക്കിയത് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്തതായിരിക്കും. വായിച്ച് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 850 കിട്ടിയില്ലേ? ഓക്കെ. അപ്പോൾ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2% ഏജസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഓക്കെ, 2% ഏജസിന്റെ റേഷ്യോ P/Q. ഏജസിന്റെ റേഷ്യോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ അതെന്താണ്? പെർസെന്റേജ് ആണ്. ഓക്കെ, അത് 3:4 എന്ന് തന്നിട്ടുണ്ട്. ആഫ്റ്റർ 6 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 6 ഇയേഴ്സ് അവരുടെ ഏജിന്റെ റേഷ്യോ 4:5 ആണ്. ഓക്കെ, നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ വരിക? ഇവര് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പീരിയഡ് ക്യൂരിയും ഒരേ സമയത്തുള്ള വാല്യൂസ് ആ തന്നേക്കുന്നത്. അപ്പൊ പീരെ പെർസെന്റേജും ക്യൂരെ പെർസെന്റേജും. ഇവിടെ പീരെ ആഫ്റ്റർ 6 ഇയേഴ്സും ഇവിടെ ക്യൂവിന്റെ ആഫ്റ്റർ 6 ഇയേഴ്സും. അല്ലാതെ പീരെ പെർസെന്റേജ് 3 എന്നും ക്യൂരെ ആഫ്റ്റർ 6 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടല്ല 4 എന്ന് തന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു മെത്തേഡ് യൂസ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡ് ഇവരുടെ ഏജ് ഡിഫറൻസ് സെയിം ആക്കുക. ഇവിടുത്തെ ഏജ് ഡിഫറൻസ് 3ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 1, 4ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 1. ഏജ് ഡിഫറൻസ് സെയിം ആക്കുക. ഏജ് ഡിഫറൻസ് സെയിം ആയില്ലേ? ഇനി അടുത്ത് ചെയ്യേണ്ടത് ഓൾറെഡി സെയിം ആയതുകൊണ്ട് ഇനി വേറൊന്നും ചെയ്യണ്ട. 3 എന്ന് പറയുന്നത് 4 ആയി, 4 എന്ന് പറയുന്നത് 5 ആയി. എത്രയുടെ വ്യത്യാസമുണ്ട്? 1ന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ 1ന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഈ 1ന്റെ വ്യത്യാസം എന്തുകൊണ്ടാണ് വന്നത്? ഇടയ്ക്ക് ഒരു 6 വർഷം വന്നുകൊണ്ടാണ് ഇവിടെ 1ന്റെ വ്യത്യാസം വന്നത്. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 6 വർഷം. കണ്ടുപിടിക്കേണ്ട എത്ര? പീരെ പെർസെന്റേജ് ആണ്. എന്തായാലും പീരെ പെർസെന്റേജ് ഒരു 3യുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം 3 ഉണ്ട് അവിടെ തന്നിരിക്കുന്നത്. ഒന്നുകിൽ 18 അല്ലെങ്കിൽ 30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 യൂണിറ്റ് 6 ആണെങ്കിൽ 3 യൂണിറ്റിന്റെ വാല്യൂ 6 × 3 എത്ര? 18 വയസ്സാണ് നമുക്ക് വരിക. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് പെർസെന്റേജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്, ഏജ് ആഫ്റ്റർ 6 ഇയേഴ്സ് തന്നിട്ടുണ്ട് 4:5. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള വ്യത്യാസം 1, ഇവിടെ ഉള്ള വ്യത്യാസം 1, ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്ര? 1 യൂണിറ്റ്. 1 യൂണിറ്റിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി? 6 ഇയേഴ്സ്. 1 യൂണിറ്റിന്റെ വാല്യൂ 6 ഇയേഴ്സ് ആണെങ്കിൽ 3 യൂണിറ്റിന്റെ വാല്യൂ 6 × 3 ആകുമ്പോൾ 18 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യനില് ആവറേജ് ഓഫ് ഓൾ ദ നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 63 ആണ് ചോദ്യം. 1 തൊട്ട് 63 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അവരുടെ ആവറേജ് ആണ് നമുക്ക് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, 1 തൊട്ട് 63 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ്. നമ്മൾ ആവറേജ് എപ്പോഴും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സം ഡിവൈഡഡ് ബൈ നമ്പർ. ഓക്കെ, സം ഡിവൈഡഡ് ബൈ നമ്പർ. അപ്പൊ നമ്മൾ ഇവിടെ 1 തൊട്ട് 63 വരെയുള്ള നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോന്നും എഴുതി കൂട്ടാനൊന്നും പറ്റത്തില്ല. ഇവരെന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. 1 കഴിഞ്ഞ് 2 1ന്റെ വ്യത്യാസം, 2 കഴിഞ്ഞ് 3 1ന്റെ വ്യത്യാസം, 3 കഴിഞ്ഞ് 4 1ന്റെ വ്യത്യാസം. കാരണം ഓരോരുത്തരെയും എത്രയുടെ വ്യത്യാസം ഉണ്ട്? 1ന്റെ വ്യത്യാസം, 1ന്റെ വ്യത്യാസം, 1ന്റെ വ്യത്യാസം ഉണ്ട്. അപ്പൊ ഇത് ഏത് ടൈപ്പാണ്? AP ഫോമിലുള്ള ഇക്വേഷൻ, അരിത്തമാറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ സം കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. n/2 2a + n-1d ആണ് ഒരു ഇക്വേഷൻ. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഇക്വേഷൻ സം എന്ന് പറഞ്ഞാൽ n/2 × a + l ആണ് അടുത്ത ഇക്വേഷൻ. n/2 × a + l. n/2 × a + l ആണ് അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്, a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ആണ്. ഓക്കെ, ഇവിടെ d എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് ആണ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴും l എന്ന് പറയുന്നത് എന്താ? ലാസ്റ്റ് നമ്പർ ആണ്, a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ ആണ്, n എന്ന് പറഞ്ഞാൽ
നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് എല്ലാ ക്വസ്റ്റിനും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. ചില ക്വസ്റ്റിൽ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. 5, 10, 25, 30 അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തരുവാന്ന് വെച്ചോ. 5, 10, 25, 30, 35 അങ്ങനെ 95 വരെയുള്ള നമ്പേഴ്സ് ഇങ്ങനെ തന്നിട്ട് ഫൈൻഡ് ദ AP എന്ന് ചോദിക്കാം. ഓക്കെ, ഫൈൻഡ് ദ AP എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഇപ്പോൾ 5 തൊട്ട് 95 വരെയുള്ള നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഓക്കെ, ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് നമ്പർ 63, ഫസ്റ്റ് നമ്പർ 1 ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് 1 പ്ലസ് 2. അപ്പോൾ നമുക്കിവിടെ കിട്ടുക 63 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 63. ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ Sn = n/2 ഇൻറ്റു A + L എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ 63 എന്ന് കിട്ടി. A + L എന്ന് പറഞ്ഞാൽ 1 + 63. ഫസ്റ്റ് നമ്പർ 1 ലാസ്റ്റ് നമ്പർ 63. അപ്പോൾ നമുക്ക് ഇവിടെ വരിക 63 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 64. ഇതല്ലേ Sn എന്ന് പറയുന്നത്. അപ്പോൾ Sn ഡിവൈഡഡ് ബൈ n എന്നാണ് വരിക. ഡിവൈഡ് ബൈ n എന്ന് പറഞ്ഞാൽ n ഇവിടെ എത്ര? 63. അതല്ലേ ആവറേജ്. ആവറേജ് = സം ഡിവൈഡ് ബൈ നമ്പർ. സം 63/2 ഇൻറ്റു 64 ആണ്. അപ്പോൾ n ഡിവൈഡ് ബൈ n ചെയ്യുമ്പോൾ ഈ 63 ക്യാൻസൽ, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ എത്ര? 32 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 32 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി 32. ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ അല്ലേ? ഓപ്ഷൻ സി 32 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ A shopkeeper professes to sell his goods at 35% loss, but uses a false balance and gain 55%. എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് കീപ്പർ പറയുകയാണ് അയാൾ 35% ലോസിനാണ് വിൽക്കുന്നത്. പക്ഷേ അയാൾ എന്ത് ചെയ്തു? ഒരു കള്ള വെയിറ്റ് യൂസ് ചെയ്തിട്ട് 55% ഗെയിൻ ആണ് യഥാർത്ഥത്തിൽ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം ദ ആക്ച്വൽ വെയിറ്റ് ഹി യൂസസ്. അയാൾ യൂസ് ചെയ്യുന്ന ആക്ച്വൽ വെയിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. 1 കിലോയ്ക്ക് പകരം അയാൾ എത്ര ഗ്രാമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വൽ വെയിറ്റ് ഈസ് ഇക്വൽ ടു നോമിനൽ വെയിറ്റ് ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് ഗെയിൻ പെർസെൻറ്റേജ് ആണ് യൂസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് മനസ്സിലായോ? യഥാർത്ഥത്തിൽ ലോസ് പെർസെൻറ്റേജ് ആണ് വരേണ്ടിയിരുന്നത്. പക്ഷേ ഒരു വെയിറ്റിന് വ്യത്യാസം വരുത്തി അയാൾ ഗെയിൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആക്ച്വൽ വെയിറ്റ് ഇസ് ഇക്വൽ ടു, അപ്പോൾ ഇവിടെ ആക്ച്വൽ വെയിറ്റ് ഇസ് ഇക്വൽ ടു നോർമൽ വെയിറ്റ് 1000 ഗ്രാം ആണ്. 1 കിലോ അല്ലേ? അപ്പോൾ 1000 ഗ്രാം ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 35%. ഡിനോമിനേറ്ററിൽ 100 പ്ലസ് ഗെയിൻ പെർസെൻറ്റേജ് 55%. അപ്പോൾ നമുക്ക് 1000 ഇൻറ്റു 65 ഡിവൈഡഡ് ബൈ 155 ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്യുമ്പോൾ 13 ഡിവൈഡ് ബൈ 31 എന്ന് പറഞ്ഞാൽ 13,000 ഡിവൈഡഡ് ബൈ 31. അപ്പോൾ നമുക്ക് വരിക 31 ഇൻറ്റു 4 ആകുമ്പോൾ 124. 4 വെച്ചിട്ട് 124, 6 0. ഇനി 1 വെച്ചിട്ട് 31 വന്നു, 29 വന്നു, 290. 31 ഇൻറ്റു 9 ആണ് വരിക. 9 279 എന്ന് വന്നു. 419 പോയിന്റ് വാല്യൂ ആണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 419.4 വാല്യൂ 4 ഗ്രാം ആണ്. ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഈ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ആക്ച്വൽ വെയിറ്റ് ഇസ് ഇക്വൽ ടു നോമിനൽ വെയിറ്റ് ഇൻറ്റു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 പ്ലസ് ഗെയിൻ പെർസെൻറ്റേജ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇവിടെ വരെ മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടേ പോകാവൂ. ഗ്രാജുവേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അണ്ടർ ഗ്രാജുവേറ്റിൽ നമുക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത്രയും നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഹാപ്പി ലേണിംഗ്. നന്നായിട്ട് പഠിക്കാം കേട്ടോ.